ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ പറമ്പിലൊക്കെയുള്ള ഒരു ചീരയാണ് കേട്ടോ ഇത്, കാട്ടുചീര. യാതൊരു ശുശ്രൂഷയും ഇല്ലാതെ കേരളത്തിലുടനീളം കണ്ടുവരുന്ന ഒന്നാണ് നീലലോഹിത ചീര അഥവാ മിന്നാങ്കണ്ണി ചീര, തത്തച്ചീര, ചേരച്ചീര, വലിയ ചുവന്ന ചീര, അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ. ഈ പേര് പോലെ തന്നെ ഒരുപാട് ഗുണങ്ങളുമുള്ള ഒന്നാണ് ഈ ചീര. പുഴുക്കൾ വന്ന് മുട്ടയിടുന്ന ഒരു ഇല കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ നമ്മളിതിനെ സൂക്ഷിച്ച് പറിച്ചെടുക്കണം. ഇത് ചീര കുടുംബത്തിൽ പെട്ടത് അല്ല കേട്ടോ. ഈ ഒരു ചീരയുടെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ധാരാളം ഔഷധ ഗുണമുള്ള ഒന്നുകൂടെയാണ് ഇത്. കടുപ്പം കൂടിയ രോഗങ്ങളെ തടുത്തു നിർത്താനും രോഗങ്ങളിലേക്ക് എടുത്തു ചാടാതെ നമ്മുടെ ശരീരത്തെ പിടിച്ചു നിർത്താനുമുള്ള കഴിവുണ്ട് കേട്ടോ ഈ ഒരു ചീരയ്ക്ക്. നമ്മുടെ പറമ്പിലും തോട്ടുവക്കിലൊക്കെ ഒരുപാട് കണ്ടുവരുന്ന ഒന്നുകൂടെയാണിത്. പ്രഷർ, അതുപോലെ തന്നെ ബ്ലഡ് ഇല്ലായ്മ, ഇതിനെല്ലാം ഒരു ഉത്തമ പരിഹാരം കൂടെയാണ് കേട്ടോ ഈ ഇല. നമ്മുടെ സാദാ ചീരയേക്കാൾ, നാടൻ ചീരയേക്കാൾ ഒത്തിരി ഗുണമുള്ള ഒന്നുകൂടെയാണ് ഈ കാട്ടുചീര കേട്ടോ. ധാരാളം വിറ്റാമിനുള്ള ഒന്നുകൂടെയാണിത്. ഒരുപാട് ബ്ലഡ് ഇല്ലാത്തവർക്ക് ബ്ലഡ് ഉണ്ടാവാനൊക്കെ ഒരുപാട് നമ്മളെ ഗുണം ചെയ്യുന്ന ഒന്നുകൂടെയാണിത്. അപ്പം നമുക്കിത് തോരൻ വയ്ക്കാം. അപ്പോൾ അത് എണ്ണ ഒഴിച്ചു, കടുകിട്ടു. കടുകൊക്കെ പൊട്ടി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് അരി ഇട്ട് കൊടുക്കാം. അരിമണി കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ, അതിനാണ് നമ്മൾ അരിമണി ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ചീനിമുളകും ചെറിയുള്ളിയും കൂടിയിട്ട് ഒന്ന് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ചീര ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ 2 വലിയ മുളകുകളും അരിഞ്ഞിട്ടിട്ടാണ്. ഒരു എരിവ് നല്ലതാണ് കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ, കാരണം ഇതിലധികം ഉപ്പ് പിടിക്കില്ല. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ധാരാളം ഗുണങ്ങളുള്ള ഒന്നാണിത്. അപ്പോൾ എല്ലാവരും കിട്ടുന്ന അത്ര തന്നെ ഇത് കഴിക്കാൻ നോക്കണം കേട്ടോ, പ്രത്യേകിച്ച് നമ്മുടെ ഈ കർക്കിടക മാസത്തിൽ. ഇത് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കുറേ നേരം നമ്മളിതിനെ വേവിച്ചെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ വയറുവേദനയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ശരിക്കും നമ്മുടെ ചീരയുടെ അതേ മണം തന്നെ കേട്ടോ, അതേ മണമാണ് കേട്ടോ ഇതിനും. കണ്ടോ, കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നു. ബ്ലഡ് ഉണ്ടാവാൻ നമ്മളെ ഒരുപാട് സഹായിക്കുന്ന ഒരു ചീരയാണ് ഇത്. വിറ്റാമിനും ഉണ്ട് കേട്ടോ, വിറ്റാമിനും കാൽസ്യം എല്ലാം അടങ്ങിയിട്ടുള്ള ഒന്നാണ് കേട്ടോ ഈ ചീര. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വെച്ചെങ്കിൽ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.